ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ പുതിയ വീട് കാര്യങ്ങൾ അല്ലെങ്കിൽ പഴയ വീടാണ് ചെയ്യുന്ന സമയത്ത് കൺസീൽ ചെയ്ത് വയറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുമാത്രമല്ല നമുക്ക് എത്ര ആഴത്തിലാണ് കറക്റ്റ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ റൂമാണ് നമ്മളിപ്പോൾ ആദ്യം കാണിക്കുന്നത്. റൂമിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കട്ടിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് വന്നിരിക്കുന്നത് 1 ഇഞ്ച് പൈപ്പ്, അതായത് 25 mm 20 mm പൈപ്പുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഈ 2 പൈപ്പുകളാണ് നമ്മൾ വയറിങ്ങിന് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ മാത്രം പൊഴി ചെയ്താൽ മതി. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ കട്ടർ ഉപയോഗിച്ചതിന് ശേഷം 4 ഇഞ്ചിൻ്റെ ബ്ലേഡ് വരാതെ കട്ടർ ഉപയോഗിച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ആ കട്ട് ചെയ്ത് പോകുന്ന അത്രയും ഭാഗം മാത്രം ചിപ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. നമ്മുടെ പൈപ്പ് കറക്റ്റായിട്ട് 20 അല്ലെങ്കിൽ 25 mm പൈപ്പ് കൺസീൽ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആണി വെച്ച് ടൈറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കറക്റ്റ് ഗ്യാപ്പ് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഓവറായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കല്ല് കാര്യങ്ങൾ കുത്തികളേണ്ട കാര്യം വരുന്നില്ല. ജസ്റ്റ് കൂടി വന്നു കഴിഞ്ഞാൽ 1 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിന് കൂടുതൽ, 1 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് ഇതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് ഒരു പൈപ്പിന് ഹോള് നമ്മൾ ഇടേണ്ട ആവശ്യം വരുന്നില്ല. അത്രയിൽ തന്നെ ഫുള്ളായിട്ട് നമ്മുടെ പൈപ്പുകളെല്ലാം തന്നെ കൺസീൽ ചെയ്ത് നിൽക്കും. അങ്ങനെ നമ്മൾ പൊഴി, അതായത് ഭിത്തി കാര്യം വെട്ടി ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വീടിന് സ്ട്രെങ്ത്ത് കാര്യങ്ങളൊന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ, നമ്മൾ കറക്റ്റായിട്ട് ഓവറായിട്ട് കുത്തി താത്താതിരിക്കുക. കറക്റ്റ് ആ പൈപ്പ് കൺസീൽ ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. എവിടേക്കാണോ പ്ലഗ് പോയിന്റുകളൊക്കെ വേണ്ടത് ആദ്യമേ തന്നെ നമ്മൾ റൂം സെലക്ട് ചെയ്തതിന് ശേഷം മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ബെഡിൻ്റെ ഏരിയ, അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലഗിൻ്റെ ഏരിയ, എൻട്രൻസിൻ്റെ ഏരിയ, പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ലീഡുകൾ വരുന്ന ഏരിയ, ഇപ്പോൾ TV വരുന്നുണ്ട്, റൂമിൻ്റെ അകത്ത് TVയുടെ സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ TVയുടെ സെക്ഷൻ, ഇതെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് ആദ്യമേ തന്നെ ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ മെയിൻ സർക്യൂട്ടുകൾ വരുന്നത് മെയിൻ സെക്ഷനിലായിട്ട് ആദ്യം വരുന്നത് നമ്മുടെ മെയിൻ എൻട്രൻസിലാണ്. അതിൽ നിന്നും എല്ലാത്തിലേക്കും ലിങ്ക് ചെയ്ത് പോകുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും. നമ്മുടെ വയർ വലിക്കാൻ എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ സർക്യൂട്ടുകൾ കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓവറായിട്ടുള്ള വെട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും, അതായത് നമ്മൾ എൻട്രൻസിൽ നിന്ന് തുടങ്ങി പിന്നെ വരുന്നത് ബെഡ് സ്വിച്ചിലേക്കാണ്, ബെഡിൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുപോകുക. അവിടെ നിന്ന് എക്സ്ട്രാ പ്ലഗിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. ബാക്കി വരുന്ന സീലിംഗ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഇടുക. അപ്പോൾ എല്ലാം കണക്റ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്കൊക്കെ വയർ വലിക്കാൻ വളരെ സിമ്പിളായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ആവശ്യത്തിന് പൈപ്പ് കാര്യങ്ങൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പണ്ട് ഉണ്ടായിരുന്നില്ല ഇൻഡക്ഷൻ കറണ്ട്, ഇപ്പോൾ ആണ് കൂടുതൽ സംഭവിച്ചു തുടങ്ങിയത്. കാരണം വേറെ ഈ പണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കാരണം വേറെ ഒന്നുമില്ല, പണ്ട് ഉപയോഗിച്ചിരുന്ന ബൾബുകളെല്ലാം തന്നെ ഫിലമെൻറ്റ് ബൾബുകളായതുകൊണ്ട് ഇൻഡക്ഷൻ കറണ്ടിൽ അത് വർക്ക് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന LED ബൾബുകളായതുകൊണ്ട് ഇൻഡക്ഷനിൽ വരുന്ന കറണ്ട്, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാൽ ഇൻഡക്ഷനിൽ വരുന്ന കറണ്ട് കൊണ്ട് ആ LED ബൾബ് ചെറുതായിട്ട് ബ്രൈറ്റ് ചെയ്ത് നിൽക്കും. അതിൻ്റെ മെയിൻ കാരണങ്ങളൊന്നാണ് നമ്മൾ ഇടുന്ന പൈപ്പ് അത്യാവശ്യം എണ്ണം കൂട്ടി ഇടുക. കറക്റ്റ് പൈപ്പ് ഇടാതെ അത്യാവശ്യം എണ്ണം കൂട്ടി പൈപ്പ് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൂടെ വലിക്കുന്ന വയറുകൾ ഓവർ ടൈറ്റ് ആവാതിരിക്കും. ടൈറ്റ് ആയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഇൻഡക്ഷൻ കറണ്ട് വന്നിരിക്കും. പിന്നീട് ഇത് മാറ്റാൻ ഹൈ റിസ്ക് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെ ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതിലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.